ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഇന്ന് ഇടുക്കി ജില്ലയിൽ പദയാത്രയുടെ ഭാഗമായി മതപുരോഹിതന്മാരും വിവിധ സാമുദായിക നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. വൈകുന്നേരം തൊടുപുഴയിലാണ് പൊതുസമ്മേളനവും പദയാത്രയും നടക്കുക. വിവരങ്ങളുമായി ബി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, കേരള പദയാത്ര ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിച്ച സാഹചര്യം, ഇന്ന് യാത്രാ പരിപാടികൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, 5 ഘട്ടമായാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും NDA ചെയർമാനുമായ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര നടക്കുന്നത്. ഇപ്പോൾ ഇടുക്കി ജില്ലയിലേക്ക് പദയാത്ര എത്തുമ്പോൾ ആ ഒരു പദയാത്ര 4ാം ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇന്ന് ഇടുക്കി ജില്ലയിലാണ് പദയാത്രയുടെ പര്യടനം നടത്തുന്നത്. വൈകുന്നേരത്തോടുകൂടി തൊടുപുഴയിലാണ് പൊതുസമ്മേളനവും പദയാത്രയും നടക്കുക. ഇപ്പോൾ ഉള്ളത് കോതമംഗലത്താണ്. കോതമംഗലത്ത് വിവിധ സാമുദായിക നേതാക്കളെയും ഒപ്പം തന്നെ മതമേലധ്യക്ഷന്മാരെയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. രാവിലെ തന്നെ അദ്ദേഹം ഈ മതപുരോഹിതന്മാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെടുത്തു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഉച്ചയോടുകൂടി ഒരു കോളനിയിൽ സന്ദർശനമുണ്ട്. 12 മണിക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. വൈകുന്നേരത്തോടുകൂടി പൊതുസമ്മേളനം തൊടുപുഴയിൽ നടക്കും. ഒപ്പം തന്നെ പദയാത്രയും തൊടുപുഴയിൽ നടക്കും. ഇതുവരെയുള്ള പദയാത്രയുടെ ഒരു വിലയിരുത്തൽ നമ്മൾ നടത്തുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇതുവരെ ബി.ജെ.പിയുടെ ചരിത്രത്തിൽ നടക്കാത്ത അത്രത്തോളം ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സാധാരണക്കാരായ പ്രവർത്തകരെയും ഒപ്പം തന്നെ പൊതുസമൂഹത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പദയാത്രയായിരുന്നു ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും NDA ചെയർമാനുമായ കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ നടന്ന കേരള പദയാത്ര എന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ബി.ജെ.പി. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ പൂർണ്ണമായും അക്കൗണ്ട് തുറക്കുക മാത്രമല്ല നിരവധി സീറ്റുകൾ നേടുമെന്ന ആത്മവിശ്വാസമാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് നമുക്ക് ഈ പദയാത്രയിലുടനീളം കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് പ്രവർത്തകരുടെ വലിയൊരു സാന്നിധ്യം, പൊതുസമൂഹത്തിൻ്റെ വലിയൊരു പിന്തുണ, പ്രത്യേകിച്ച് മതമേലധ്യക്ഷന്മാരും സാമുദായിക നേതാക്കളും ഇതുവരെ ബി.ജെ.പിയുമായി ഒരു അടുപ്പം പോലും കാണിക്കാത്ത നിരവധി പ്രമുഖർ ബി.ജെ.പിയിലേക്ക് എത്തുന്ന, ബി.ജെ.പി. പാളയത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ പൂർണ്ണമായും വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഒരു പദയാത്ര തീർച്ചയായിട്ടും ബി.ജെ.പിയുടെ കേരള ചരിത്രത്തിൽ പുതിയ രാഷ്ട്രീയം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റത്തിനായിരിക്കും പദയാത്ര തുടക്കം കുറിക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. വിനീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.